ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്ന കുറച്ച് ഹോം അപ്ലയൻസസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ന്യൂലി ലോഞ്ച്ഡ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ പല കമ്പനികളുടെ പ്രോഡക്ട്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഐബെല്ലിന്റെ എയർ ഫ്രയർ ആണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് വാക്വം ബുഷുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് എവിടെ വേണേലും ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ നീങ്ങി പോകത്തൊന്നുമില്ല. അപ്പോൾ ഇത് വന്നിരിക്കുന്നത്, ഇതിന്റെ ഒരു കപ്പാസിറ്റി വരുന്നത് 5 ലിറ്റർ ആണ് കപ്പാസിറ്റി. 1600 വാട്ട്സിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ എല്ലാം LED ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. എല്ലാം ടച്ച് ഓപ്ഷൻ ആണ്, LED ഡിസ്പ്ലേ ഉണ്ട് എല്ലാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതിനകത്താണ് നമ്മൾ പ്രോഡക്റ്റ് വെക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു ഇതിനകത്ത് നമുക്ക് വെക്കാനുള്ള ഒരു പാത്രം വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയൊരു സംഭവമുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് വെക്കുന്നത്. അല്ലാതെ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു പാത്രം യൂസ് ചെയ്യും. ഇതിനകത്താണ് നമ്മൾ ഓയിൽ വേണമെങ്കിൽ ഓയിൽ പരട്ടി ഇതിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് സാധനങ്ങൾ വെക്കുന്നത്. ഇത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഇത് ഇങ്ങനെ കവർ ചെയ്യുന്നു. നമ്മൾ വേണ്ട ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നല്ല ഒതുക്കമുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. സാധാ 3 പിൻ പ്ലഗ് ആണ് ഇതിന് വരുന്നത്. ഐബെല്ലിൻ്റെ ഈ പ്രോഡക്റ്റ് 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ MRP വരുന്നത് 7790 ആണ്. അപ്പോൾ നമുക്ക് ഓണം പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം കൂടുതൽ നമ്മുടെ പ്രൈസും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്തും നമുക്ക് ബേക്കിങ്ങിനുള്ള ഒരു ലിഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ട്രേ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കും. എയർ ഫ്രയർ വരുന്നത് 4.2 ലിറ്റർ ആണ്. ഇതിന് 2 വർഷത്തെയാണ് വാറണ്ടി വരുന്നത്. ഇതിൻ്റെ പവർ വാട്ട്സ് വരുന്നത് 1600 വാട്ട്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ നോബാണ് തന്നിരിക്കുന്നത്. ഈ ഒരു നോബുണ്ട്, പിന്നെ ഈ ഒരു നോബുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സെറ്റിങ്സ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്, ഇത് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ബുക്ക്ലെറ്റും തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ MRP വരുന്നത് 5995 രൂപയാണ്. അപ്പോൾ നമ്മുടെ റേറ്റ് അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അടുത്ത് വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ ഇൻഡക്ഷൻ ഹോബാണ്. ഇത് 3 അടുപ്പിൻ്റെ ഇൻഡക്ഷൻ ഹോബാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിരുന്നത് 2 അടുപ്പിൻ്റെ ആയിരുന്നു. ഇത് 3 അടുപ്പിൻ്റെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ ഹോബ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പുതിയ കിച്ചണിലൊക്കെ കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അതുകൊണ്ടാണ് ഇതിന് ഇൻഡക്ഷൻ ഹോബ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് 5600 വാട്ട്സ് ആണ്. ഇതിൻ്റെ ഈ 3 അടുപ്പും കൂടെ വരുന്നതാണ് 5600 വാട്ട്സ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ നമുക്ക് നോർമൽ ഇലക്ട്രിസിറ്റിയിൽ ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, നല്ല ഇലക്ട്രിസിറ്റി ചാർജ് വരും. അപ്പോൾ ഇത് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ മിക്ക വീടുകളിലും സോളാർ പാനൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സോളാർ പാനൽ ഉപയോഗിച്ച് ഫങ്ഷൻ ചെയ്യുന്ന വീടുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻഡക്ഷൻ ഹോബ്, ഈ ഒരു മോഡല് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുവഴി ഗ്യാസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് സോളാർ എനർജി ആയതുകൊണ്ട് പിന്നെ ഇലക്ട്രിസിറ്റിക്ക് പ്രത്യേക ചാർജ് വരുന്നില്ലല്ലോ. അപ്പോൾ 3 അടുപ്പുണ്ട്, 5600 വാട്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പം ചിലരൊക്കെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ സോളാർ പാനൽ ഉണ്ട് അവത്തിൽ ഇത് വർക്ക് ചെയ്യുമെന്ന്. ഇതാണെങ്കിലും ഇതിൻ്റെ 2 അടുപ്പിൻ്റെ ആണെങ്കിലും. അപ്പോൾ ചെറിയ സോളാർ പാനലിലൊന്നും ഇത് വർക്ക് ചെയ്യത്തില്ല. കാരണം 5600 വാട്ട്സ് ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. അപ്പോൾ ആ വാട്ട്സ് കിട്ടുന്ന സോളാർ പാനൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്യാരണ്ടി വരുന്നത് 1 ഇയർ ആണ്. പിന്നെ ഇതിൻ്റെ മാനുവൽ ബുക്ക് ഈ കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ എല്ലാം LED ഡിസ്പ്ലേ ഉണ്ട്, എല്ലാം ടച്ച് ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് കമ്പനി തരുന്നത് 1 ഇയർ വാറണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ഒരു MRP വരുന്നത് 54,000 ഒക്കെയാണ് അതിൽ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ റേറ്റ് എന്ന് പറയുന്ന ഒരു 17 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് റേറ്റ് അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് 3 അടുപ്പിൻ്റെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന പ്രോഡക്റ്റാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഗ്യാസ് ഒഴിവാക്കാം. ഗ്യാസിനും ഇപ്പം നല്ല വിലയാണല്ലോ. അപ്പോൾ ഗ്യാസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ തന്നെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്.
അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പില്ലേ നമ്മൾ ഒരടുപ്പിന്റെ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. നമുക്ക് ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്ന് പറയുന്നത്, അപ്പൊ ഇതിനകത്ത് കോയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടിവശം പരന്നിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേറെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് കോയിലാണ്. ഇത് ഓൺ ആക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു റെഡ് കളറിൽ വരും. ആ റെഡ് കളർ കാണുന്നതുകൊണ്ടാണ് ചിലർ സംശയം പറഞ്ഞ് ഭയങ്കര റേഡിയേഷൻ വരുമെന്ന് വിട്ടത്. പക്ഷെ റേഡിയേഷൻ ഒന്നും വരത്തില്ല, ജസ്റ്റ് കോയിൽ ചൂടാവുന്നു. അപ്പൊ നമുക്ക് ഏത് പാത്രം വേണേലും ഇതിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് പാചകം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നത് ഇവിടെ ഒരു നോബ് ഉണ്ട്. ഇതിലാണ് നമ്മൾ ഇതിന്റെ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് LED ഡിസ്പ്ലേ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ് കാണുവാനായിട്ട് പറ്റും. പിന്നെ ഇതിന് നമുക്ക് ഒരു ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ഒരു ഗ്രില്ലും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടും പറ്റും. ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നത് 1 വർഷത്തെ വാറണ്ടിയാണ്. ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 2000 വാട്ട്സ് ആണ്. ക്രിസ്റ്റൽ ഗ്ലാസ് പ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. പിന്നെ 3 മണിക്കൂർ വരെ നമുക്ക് ഇതിന് ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഐബെല്ലിന്റെ ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിന് വരുന്ന റേറ്റ് 4999 ആണ്. നമ്മുടെ റേറ്റ് 3000 സംതിങ് ആണ്. അപ്പൊ ഇത് ഐബെല്ലിന്റെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ക്രോംഡന്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പും വന്നിട്ടുണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം വർക്കിംഗ് ഒക്കെ ഒരുപോലെ തന്നെ. ഈ ഒരു ക്രോംഡന്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് വരുന്നത് 2000 വാട്ട്സ് ആണ്. പിന്നെ ഇതിന് അവർ 4000 വോൾട്ട് വരെ സർജ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. അപ്പൊ 4000 വോൾട്ട് വരെ കൂടി വന്നു കഴിഞ്ഞാലും പ്രോഡക്റ്റിന് കുഴപ്പം വരത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് നമുക്ക് ഇതിൽ ഏത് പാത്രങ്ങൾ വേണേലും യൂസ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു നോബാണ്. എല്ലാം ടച്ച് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിന് നമുക്ക് ഇതിലെ പോലെ LED ഡിസ്പ്ലേ ഇല്ല. ഈ ഒരെണ്ണത്തിലാണ് നമുക്ക് LED ഡിസ്പ്ലേ, ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതിനകത്ത് അങ്ങനെ ഒരു ഡിസ്പ്ലേ കാണുന്നില്ല, പക്ഷെ ബാക്കിയെല്ലാം ടച്ച് ഓപ്ഷനാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഗ്രില്ലിങ്ങിനായിട്ട് ഇങ്ങനെ ഒരു ഗ്രില്ല് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ 2 സംഭവം കൂടെ കിട്ടുന്നുണ്ട്. എന്താണ് ഇപ്പത്തേല് കോർത്ത് വെക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നത് 1 ഇയർ വാറണ്ടിയാണ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിന്റെ MRP വരുന്നത് 6999 ആണ്. നമ്മുടെ റേറ്റ് 3000 സംതിങ് ആണ്. പിന്നെ വന്നിരിക്കുന്നത് ഐബെല്ലിന്റെ ഇടിയപ്പം മേക്കർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മൂവിംഗ് ഉള്ള പ്രോഡക്റ്റ് ആണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഭയങ്കര യൂസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പലതരത്തിലുള്ള പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഇടിയപ്പം മേക്കർ ഇതാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ബലപ്രയോഗം ഒന്നും വേണ്ട. നമ്മൾ ഇത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ്, സ്റ്റാർട്ട്, റിട്രീറ്റ് അങ്ങനെ 3 ഓപ്ഷൻ ആണുള്ളത്. USB ചാർജിങ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ മാവ് നിറച്ച് ഇതിന് നമുക്ക് ഒരു 6-7 അച്ചുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മാവ് നിറച്ച് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. പിന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഫങ്ഷൻ വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇടിയപ്പം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റോപ്പ് ആക്കുക. പിന്നെ നമുക്ക് ഇത് തിരിച്ച് എടുത്തിട്ട് വീണ്ടും മാവ് നിറയ്ക്കാൻ വേണ്ടി അടുത്ത സ്വിച്ച് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് തന്നെ ഇത് ബാക്ക്വേർഡ് ആയിക്കോളും. വീണ്ടും ഇതിൽ മാവ് നിറച്ച് നമുക്ക് വീണ്ടും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മെഷറിംഗ് കപ്പുണ്ട്. അപ്പോൾ നമുക്ക് അരിപ്പൊടിയും വെള്ളവും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്ക് ഓരോ പ്രാവശ്യം ഇടിയപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ഇടിയപ്പം മേക്കറിൻ്റെ MRP വരുന്നത് 5499 ആണ്. നമ്മുടെ റേറ്റ് വരുന്നത് 3000 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ അയച്ചും കൊടുക്കും. നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാൻ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് അയച്ചും തരുന്നതായിരിക്കും.
ഇനി അടുത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഒരു പോർട്ടബിൾ മിനി വാട്ടർ ഹീറ്റർ ആണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ് എല്ലാവർക്കും. കാരണം വളരെ ചെറുതാണ് പ്രോഡക്റ്റ്, നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്യും, വിലയും കുറവാണ്. അപ്പോൾ ഈ ഒരു മിനി വാട്ടർ ഹീറ്റർ, അപ്പോൾ ഇത് മിതാഷ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട്, ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ട്, പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ടാപ്പിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ പ്ലഗിൽ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരറ്റം ഇതുണ്ട്, ഇവിടെ ഒരു നമുക്ക് വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു, മറു സൈഡ് നമ്മൾ ഇങ്ങനെ ടാപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടാപ്പ് തുറക്കുക. അപ്പോൾ ടാപ്പ് തുറക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം വരും. ഇത് നമ്മൾ പവറിൽ കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കുക. അപ്പോൾ ഓൺ ആക്കുക, ജസ്റ്റ് ഓൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് പവർ സ്വിച്ച്, ഇവിടെ പവർ ഇൻഡിക്കേഷൻ ഉണ്ട്, അത് ഓൺ ആകും. അപ്പോൾ ഹീറ്റിംഗ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിലെ പച്ച ലൈറ്റ് അതും കത്തും. അപ്പോൾ വെള്ളം ഇതിലേക്ക് വരുന്നു. ഈ ഭാഗം ആയി കഴിയുമ്പോഴത്തേക്കും, വെള്ളം ഇതിലേക്ക് വന്ന് ഇത്രയും ഭാഗം ആയി കഴിയുമ്പോഴത്തേക്കും വെള്ളം തനിയെ ചൂടായിക്കോളും, നമ്മൾ ഓൺ ആക്കി ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു നിറയുന്ന സമയം കൊണ്ട് അത് വെള്ളം ചൂടാകുന്നു, നമുക്ക് ആവശ്യമുള്ള ഹോട്ട് വാട്ടർ ഇതിലേ വരുന്നു. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഹോളുണ്ട്, നമുക്ക് ഭിത്തിയിലൊക്കെ ആണി അടിച്ചാണെങ്കിലും ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പോർട്ടബിൾ ആണ്. ഇങ്ങനെ ഒന്ന് കൊളുത്തി ഇട്ടാൽ മതി. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിനി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കിച്ചണിൽ വേണേൽ കിച്ചണിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ കിച്ചണിലൊക്കെ നമുക്ക് മെഴുക്ക് പുരണ്ട പാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ ചൂടുവെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം തിളച്ച് മറിഞ്ഞിങ്ങ് വരുമല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്ക് കൈ പിടിക്കാൻ പാകത്തിനുള്ള ആ ഒരു ചൂടിലാണ് വെള്ളം വരുന്നത്. വെള്ളം ചൂടാവുന്നു, അതോടൊപ്പം നമുക്ക് പുറത്തേക്ക് വെള്ളം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കുളിക്കാനായിട്ട് ബാത്റൂമിൽ യൂസ് ചെയ്യാം. അപ്പോൾ എവിടെ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പോർട്ടബിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോകാം. ചൂടുവെള്ളം ആവശ്യമുള്ളവർക്ക് അവിടെ കൊണ്ടുപോയാണെങ്കിലും നമുക്ക് ഒന്ന് പ്ലഗിൽ കുത്തിയാൽ മതിയല്ലോ, പിന്നെ ഇത് ടാപ്പിലേക്കും കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എവിടെ വേണേലും നമുക്ക് ചൂടുവെള്ളം അവൈലബിൾ ആണ്. അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പുതിയ ലോഞ്ച്ഡ് പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റിനും 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. ഇതിന്റെ MRP വരുന്നത് 2490 ആ ഒരു റേറ്റ് ആണ് MRP വരുന്നത്. നമ്മുടെ റേറ്റ് വരുന്നത് 2000 രൂപയിൽ താഴെയാണ്. അപ്പോൾ ഇതുപോലെ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് അല്ലെ ഇതുപോലെ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിന്റെ പേര് തോമസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, പ്രോഡക്റ്റ്സ് അയച്ചും തരുന്നതായിരിക്കും. താങ്ക്